വേണ്ട ഏട്ടാ. അവളുടെ ചുണ്ടുകൾ വിതുമ്പി. നന്ദൻ ദേഷ്യത്തോടെ അവളെ തട്ടി അകറ്റിക്കൊണ്ട് ഗൗതമിന് നേരെ നടന്നു. ഗൗതം എന്ത് സംഭവിച്ചാലും വേണ്ടില്ല എന്ന പോലെ നിന്നു. മുഖമടച്ചു ഒരു അടിയായിരുന്നു നന്ദൻ്റെ പ്രതികരണം. നന്ദ! അച്ഛൻ്റെ സ്വരം അവിടെ മുഴങ്ങി കേട്ടു. തെറ്റ് ചെയ്തവനെ പോലെ തല കുമ്പിട്ട് നിൽക്കുന്ന ഗൗതമിനെ കാണും തോറും എല്ലാവരുടെ ഉള്ളിലും വേദന നിറഞ്ഞു. പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നന്ദൻ ദേഷ്യത്തോടെ അവൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. കൂടെ നിന്ന് ചതിക്കുകയായിരുന്നല്ലേടാ. നന്ദൻ്റെ വാക്കുകളിൽ ആ ദേഷ്യം വ്യക്തമായിരുന്നു. അവൻ്റെ കോളറിൽ പിടിച്ചൊന്നുലച്ചതും അത് കാണാൻ കഴിയില്ല എന്ന പോലെ മണി എഴുന്നേറ്റ് ഗൗതമിനോട് ചേർന്ന് നിന്നുകൊണ്ട് നന്ദനെ പിടിച്ച് പിന്നിലേക്ക് തള്ളി. അവളുടെ ആ പ്രവൃത്തിയിൽ എല്ലാവരും ഒരുപോലെ ഞെട്ടിയിരുന്നു. തൊട്ടുപോകരുത് എൻ്റെ ഏട്ടനെ! അവൾ നന്ദന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും നന്ദൻ ഒരു നിമിഷത്തേക്ക് നിശബ്ദമായി. ഇപ്പം നന്ദേട്ടൻ എന്താ വേണ്ടേ? ഏട്ടൻ പറഞ്ഞില്ല എന്നല്ലേ? സ്വയം വിഡ്ഢി ആയതുകൊണ്ടല്ലേ? അപ്പം ഞാനോ? കൂടെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ നടന്നു എല്ലാത്തിനും കൂട്ടുന്ന എന്നോട് ഈ പാർവതി പറഞ്ഞോ? ആരെക്കാളും വേറെ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് വീമ്പ് പറഞ്ഞിരുന്ന ഈ ഏട്ടൻ പറഞ്ഞോ? എല്ലാത്തിനും മൗനാനുവാദം നൽകി ഈ ഇരിക്കുന്ന ആരെങ്കിലും ഒരു സൂചനയെങ്കിലും നൽകിയോ? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നന്ദൻ ഉള്ളിൽ വന്ന വേദന തൊണ്ടക്കുഴിയിൽ തടഞ്ഞു വെച്ചു. കണ്ണുകൾ താഴേക്ക് ചലിപ്പിച്ചു. എല്ലാവരുടെയും സ്വരം താഴ്ന്നിരുന്നു. ഇല്ല, ആരും പറഞ്ഞില്ല. ഇതുവരെ എല്ലാവർക്കും ഇടയിൽ വെറും കോമളിയുടെ വേഷമായിരുന്നു നന്നേട്ടാ നമുക്ക് രണ്ടാൾക്കും. എല്ലാവരും ഒരുമിച്ച് ചെയ്ത തെറ്റിന് എൻ്റെ ഏട്ടൻ ഇനിയും വേദനിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. വേദന തോന്നുന്നുണ്ട്, എനിക്കിതൊന്നും കാണുകയും അറിയുകയും വേണ്ട. അവളുടെ വാക്കുകൾക്ക് കണ്ണുനീരിൻ്റെ ചുവയായിരുന്നു. അവൾ ധൃതിപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും നടന്നു. മണി! പാറു ദയനീയമായി വിളിച്ചു. മതി പാർവതി, ഇനിയൊരു നാടകത്തിനോ അഭിനയത്തിനോ എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഉള്ളിലുള്ളതെല്ലാം നിനക്കറിയാവുന്നതല്ലേ? ഞാനും വിശ്വസിച്ചു എന്നോട് പറയാത്തൊരു രഹസ്യം നിനക്കുള്ളിലുണ്ടാകില്ല എന്ന്. തോൽപ്പിച്ച് കളഞ്ഞില്ലേ ഒരു വാക്കെന്നോട്? മണിയുടെ വാക്കുകൾ പാതി വഴിയിൽ മുറിഞ്ഞു. അവൾ വേറൊന്നും ആലോചിക്കാതെ കോണി കയറിയോടി. അവളെ നോക്കുന്ന എല്ലാ കണ്ണുകളിലും കണ്ണുനീരായിരുന്നു. പാറു പൊട്ടിക്കരച്ചിലൂടെ നിലത്തേക്ക് ഊർന്നു വീണു. ഗൗതം തലയിൽ കൈയൂന്നിക്കൊണ്ട് ടേബിളിലും. ഒരു വാക്കെന്നോട്? മണിയുടെ വാക്കുകൾ വീണ്ടും വീണ്ടും അവളുടെ കാതുകളിൽ തളച്ചു കയറി. പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവൾ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് നന്ദൻ്റെ അരികിലേക്ക് വന്നു. നന്ദൻ ദേഷ്യത്തിൽ തലവെട്ടിച്ചു. ഏട്ടാ! പാറു അങ്ങേയറ്റം തേങ്ങലോടെ വിളിച്ചു. നന്ദൻ ഒരു വട്ടം പോലും തല ഉയർത്തി നോക്കിയില്ല. ഏട്ടാ, ഒന്ന് നോക്കേട്ടാ പ്ലീസ്, എനിക്ക് പേടിയായതുകൊണ്ടാണ്. എനിക്ക് ഇനിയും വയ്യ ഏട്ടാ. അവൾ വിതുമ്പലോടെ പറഞ്ഞതും നന്ദൻ്റെ കണ്ണുകളും നിറഞ്ഞു വന്നു. അവൻ മുഖം വെട്ടിച്ചുകൊണ്ട് അവളുടെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയതും പ്രതീക്ഷയോടെ നോക്കിയിരുന്ന കണ്ണുകളിലെല്ലാം നിരാശ മുട്ടിട്ടു. പൊടുന്നനെയാണ് ഗൗതമിൻ്റെ പിടി അവനിൽ പതിഞ്ഞത്. നന്ദൻ പിടിച്ച കൈയിലൂടെ ആളിലേക്ക് എത്തി നിന്നതും കണ്ടു ചുവന്ന കണ്ണുകളോടെ തന്നെ നോക്കുന്ന ഗൗതമിന്. നന്ദൻ ഒരു നിമിഷം അവനെ തന്നെ നോക്കിപ്പോയി. ആ സമയം അവൻ്റെ കണ്ണുകളിൽ ഒരു തരി പോലും വെറുപ്പല്ലായിരുന്നു, വേദനയായിരുന്നു. ഉള്ളിൽ ചതിക്കപ്പെട്ടു എന്ന ചിന്തയും. നന്ദ, ചെയ്തത് തെറ്റായിപ്പോയി എന്നെനിക്കറിയാം. പറയണമായിരുന്നു കുറേ മുന്നേ തന്നെ. പാറു എന്നോട് പറഞ്ഞതാ. പക്ഷേ പറയാൻ കഴിയാതെ പോയത് എനിക്കാ. ഗൗതമിൻ്റെ വാക്കുകളൊന്ന് വിറച്ചു. നന്ദൻ സംശയത്തോടെ അവനെ ഒന്ന് നോക്കി. പേടിയായിരുന്നടാ, നീ നൽകുന്ന സ്വാതന്ത്ര്യം ഞാൻ മുതലാക്കിയെന്ന് നീ കരുതുമെന്ന് പേടി. എന്ത് നിമിഷ നേരം കൊണ്ട് തുറന്നു പറയുന്ന നിന്നെപ്പോലെ ആകാൻ എനിക്ക് കഴിയാതെ വന്നു. നിനക്കതിഷ്ടമായില്ലെങ്കിലോ നിന്റെ സൗഹൃദം അത് നഷ്ടപ്പെടുമെന്ന് പേടി. അവൻ പറഞ്ഞ് അവസാനിപ്പിക്കും മുന്നിൽ നന്ദൻ്റെ കൈ അവൻ്റെ കോളറിൽ തന്നെ പിടിമുറുക്കിയിരുന്നു. പേടിയോടെ തങ്ങളുടെ അടുത്തേക്ക് വരുന്ന പാറുവിനെ ഒരു നോട്ടമേ നന്ദൻ നോക്കിയുള്ളൂ. ആ നിമിഷം പാറു തറഞ്ഞു നിന്നുപോയി. ആ തുറന്നു പറച്ചിൽ കൊണ്ട് എന്തിൻ്റെ പേരിലടാ ഞാൻ നിന്റെ സൗഹൃദത്തെ വേണ്ടെന്ന് വെക്കുക? പറയടാ, അത്രമാത്രം ഇടുങ്ങിയ മനസ്സാണ് എൻ്റെ ഒന്ന് നീ കരുതിയോ? നിൻ്റെ ഒക്കെ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിനും ഇഷ്ടത്തിനും ഞാൻ എതിർപ്പ് നിന്നിട്ടുണ്ടോ? പിന്നെ ഇങ്ങനെയൊന്ന് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് വന്നു. നന്ദൻ്റെ വേദനയോടൊപ്പം ദേഷ്യവും കലർന്ന സ്വരം കേട്ട് ഗൗതം ഒന്നും പറയാനാകാതെ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു. നിങ്ങൾക്കിടെ എന്തോ ഉണ്ട് എന്ന സംശയം ആദ്യമായി എന്നോട് പറഞ്ഞത് വിച്ചുവാ. അന്നും എനിക്കെന്തോ വിശ്വാസം ഉണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ആദ്യം പറഞ്ഞ് എന്നോടാകുമെന്ന്. ആ വിശ്വാസമാണ് നീ തകർത്തത് ഗൗതം. നന്ദൻ ദേഷ്യം കൊണ്ട് വിറച്ചു. അച്ഛാ,
ഇവരുടെ ഇഷ്ടം എന്താണോ അതുപോലെ തന്നെ നടക്കട്ടെ. അതിൽ എൻ്റെയോ മണിയുടെ അഭിപ്രായം വേണ്ട. നന്ദ, ഗൗതം ഒരിക്കൽ കൂടി ദയനീയമായി വിളിച്ചു. മിണ്ടിപ്പോകരുത്. ഇതിൽ നിന്ന് ഒഴിയാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ നീ കാണുന്നത് ആ പഴയ നന്ദനെ ആയിരിക്കില്ല. എൻ്റെ പെങ്ങളെ നീ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, മോഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവളെ നീ തന്നെ കെട്ടണം, കെട്ടിയിരിക്കണം. അവസാനം ഒരു ഭീഷണി പോലെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി കണ്ണുരുട്ടി നോക്കി. മുണ്ടും മടക്കി കുത്തി ഇറങ്ങിപ്പോയവനെ നോക്കി. മുകളിലെ ജനവാതിൽ മുഖം ചേർത്ത് കാത്തിരുന്നവൾ ആവേശത്തോടെ പെരുവിരൽ പൊക്കി. അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി മിന്നി. എങ്കിലും അവൻ ചുറ്റുമൊന്ന് നോക്കി ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം തമ്പപ്പ് ചെയ്ത് കാണിച്ചു. നീ എന്ത് പണിയാ കാണിച്ചതെൻ്റെ നന്ദ? എല്ലാം ശരിയാക്കേണ്ട സമയത്ത് നീ എന്തിനാ അങ്ങനെയെല്ലാം പറയാൻ പോയത്? ഇച്ചിരി മയത്തിലാകായിരുന്നു. സ്ഥിരം കൂടിയിരിക്കാറുള്ള പാടത്ത് കെട്ടിയിട്ടുള്ള ഏറുമാടത്തിൽ ഇരിക്കുമ്പോൾ വെച്ച് ചോദിച്ചതും അവൻ പ്രയാസപ്പെട്ടൊന്ന് ചിരിച്ചു കാണിച്ചു. അത് ശരിയാകില്ലടാ. അത്ര പെട്ടെന്ന് ഞാനും മണി അവരോട് ക്ഷമിച്ചാൽ അത് ഇനിയും പലതും ഞങ്ങളോട് മറച്ചു വെക്കാനുള്ളൊരു വളമായി മാറും. കുറച്ചുകൂടെ പൊയ്ക്കോട്ടെ ഈ നാടകം. നന്ദൻ്റെ വാക്കുകൾ കേട്ട് വിച്ചു അമർത്തിയൊന്നു മൂളി. അവസാനം അത് നിനക്കെന്നെ പണിയാകാതിരുന്നാൽ മതി. നിനക്കറിയില്ലേ ഗൗതമിനെ ഇച്ചിരി അഭിമാനം കൂടുതലുള്ള കൂട്ടത്തിലാണ്. വിച്ചു ഒരു താക്കീതോടെ പറഞ്ഞു. നന്ദനൊന്ന് ചിരിച്ചതേ ഉള്ളൂ. നമുക്ക് നോക്കാം. എന്നാൽ ഞാൻ പോയി. ഇരുട്ടിയ മണി എന്നെ വെച്ച് പൊരിക്കും. അവളോട് റൂമടച്ചിരിക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങിയതാ. എന്തൊക്കെയാണാവോ ചെയ്തു വെച്ചിരിക്കുന്നത്? നന്ദൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഏറുമാടത്തിൽ നിന്നും ചാടി ഇറങ്ങി. എന്നിട്ട് എന്താ നിന്റെ പ്ലാൻ? അധികം വാശി പിടിപ്പിക്കാനുള്ള പോക്കാണോ? അവൻ്റെ പോക്ക് കണ്ട് വിച്ചു വിളിച്ചു ചോദിച്ചു. നന്ദൻ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് മുന്നോട്ട് നടന്നു. ആരോട് വാശി കാണിച്ചാലും അവനോട് തോന്നില്ലടാ. ഒരു പാവം. അവൻ്റെ മുമ്പിൽ അധികം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എല്ലാം പറഞ്ഞ് ശരിയാക്കണം. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് നന്ദൻ തിരികെ നടന്നു. നന്ദൻ പോകുന്നതും നോക്കി നിന്ന വിച്ചുവിൻ്റെ ചുണ്ടിൽ നിശബ്ദമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. വേദനയിൽ കലർന്ന ഒരു പുഞ്ചിരി. നന്ദേട്ടാ, സീൻ അത്ര ശരിയല്ല. എല്ലാവരും മാറി മാറി മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പച്ചിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിലും പുറത്ത് ഭയങ്കര കരച്ചിലും ബഹളവും. ശബ്ദം താഴ്ത്തി തലയിലൂടെ പുതപ്പുമിട്ട് ലേശം പോലും ശബ്ദം പുറത്തേക്ക് കേൾക്കാത്ത രീതിയിൽ അവൾ ഫോണിൽ പറഞ്ഞതും വീട്ടിലേക്ക് നടക്കുന്ന അവൻ്റെ കാലുകൾക്ക് വേഗതയേറി. നീ വാതിൽ തുറന്ന് അഭിനയിക്കാൻ തുടങ്ങിക്കോ. അപ്പോഴേക്കും ഞാനും അവിടെ എത്തും. എന്തഭിനയിക്കാൻ? എനിക്കറിയത്തില്ല. മണി ചിന്തയിലാണ്. വോ, അഭിനയം അറിയാതൊരു പാവം കുട്ടി. എനിക്ക് മുന്നിൽ വെച്ച് തകർക്കുന്നില്ലേ? അതങ്ങ് ചെയ്താൽ മതി. പിന്നെ എന്നോട് ചാടിക്കിടിക്കാൻ വരുമ്പോൾ ഇടയ്ക്കിടെ ചാടി പറയണ്ട. നൈസായിട്ട് ലേശം കരച്ചിലൊക്കെ വരുത്തിയിട്ട്. അപ്പോൾ കരയണം? പിന്നെ എന്തിനാടി നിനക്ക് ഇത്രയും കണ്ണുനീര്? നല്ലപോലെ തന്നെ കരയണം. ഞാൻ വരും വരെ പിടിച്ചു നിൽക്കാൻ അത് മാത്രമേ വഴിയുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അങ്ങ് കരഞ്ഞാൽ മതി. ഓവറാക്ട് ചെയ്ത് ചളമാക്കരുത്. അവൻ ദയനീയമായൊന്ന് പറഞ്ഞു. തോന്നോ കാലമടോ, എനിക്കറിയാം. അവൾ ഇച്ചിരി ദേഷ്യത്തോടെ പറഞ്ഞു. മണി. പുറത്തു നിന്നും വാതിലിലുള്ള മുട്ടലിനോടൊപ്പം പാറുവിൻ്റെ ചിലമ്പിച്ച ശബ്ദവും ഉയർന്നു. മണി ആദ്യമൊന്ന് ഞെട്ടി. അയ്യോ, പാറു വിളിക്കുന്നുണ്ട്. ഓ, എന്നാൽ നീ ഫോൺ വെച്ച് പോയി നോക്ക്. പിന്നെ അമ്മ കുളമാക്കില്ലല്ലോ? അവനൊരു സംശയത്തോട് ചോദിച്ചു. അപ്പച്ചിയോ? നല്ല ആളാ. ഞാൻ പറഞ്ഞതുകൊണ്ട് ഭയങ്കര അഭിനയമായിരുന്നു. ഇത് കഴിഞ്ഞ് നമുക്ക് അപ്പച്ചി സിനിമയിൽ അഭിനയിക്കാൻ വിടാം. അവൾ ചിരിയോടെ പറയുന്നത് കേട്ട് അവനും ചിരി പൊട്ടി വന്നു. മണി, ഒന്ന് വാതിൽ തുറക്ക്. എന്നോട് ക്ഷമിക്കണേ, തെറ്റ് പറ്റിപ്പോയി, പ്ലീസ്. കരച്ചിലിൻ്റെ അകമ്പടിയോടുകൂടി തന്നെ പാറുവിൻ്റെ വാക്കുകൾ വന്നതും മണിയിലും നന്ദനിലും ഒരുപോലെ വേദന നിറഞ്ഞു. നന്ദേട്ടാ, എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കരച്ചിലിൻ്റെ മുന്നിലാണ്. പാവമല്ലേ, ഞാൻ മിണ്ടട്ടെ? മണി സങ്കടത്തോട് ചോദിച്ചു. അവർ രണ്ടുപേരോടും എനിക്കും ദേഷ്യമില്ല മണി. പക്ഷേ അവരത് ആലോചിച്ചിട്ടെങ്കിലും ഇനി ഒരു കാര്യവും നമ്മളോട് മറച്ചു വെക്കാൻ പാടില്ല. അതിനു വേണ്ടി ചെറിയൊരു വിഷമം. ഇതത്രേ ഉള്ളൂ. നീ എഴുന്നേറ്റ് പോയി വാതിൽ ഓർക്ക് മണി. പറഞ്ഞതൊന്നും മറക്കണ്ട. അവനൊരു താക്കീതോടെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചതും മണി സങ്കടത്തോടെ താടയിലും കൈയൂന്നി എങ്ങോട്ടോ നോക്കിയിരുന്നു. വീണ്ടും വീണ്ടും വാതിലിൽ മുട്ടു വീണതും അവൾ പെട്ടെന്ന് തന്നെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് മൂക്കും കണ്ണും ശക്തിയായി തിരുമ്മി അങ്ങ് ചുവപ്പിച്ചു. ഓ പണ്ടാര, എന്തൊരു വേദനയാ. കണ്ണാടിയിൽ നോക്കി എല്ലാം സെറ്റാണെന്ന് ഉറപ്പ് വരുത്തി കണ്ണിലും കൈയിട്ട് ഇച്ചിരി കണ്ണുനീരും വരുത്തിക്കൊണ്ട് വാതിൽ തുറന്നതും മുന്നിലൊരു ജാഥയ്ക്കുള്ള ആൾക്കാരുണ്ട്. ബ്യൂട്ടിഫുൾ. കണ്ണ് നേറിയിട്ട് ശരിക്കും തുറക്കാനും പറ്റുന്നില്ല. ദൈവമേ, കണ്ണൊന്ന് തിരുമ്മി ശരിയാക്കാമെന്ന് വെച്ചാൽ മുന്നിൽ ആൾക്കാർ നിൽക്കുന്നത് കൊണ്ട് പറ്റുന്നുമില്ല. മണി ആകെ വിഷമത്തിലായിപ്പോയി. പാറു കരഞ്ഞുകൊണ്ട് മുന്നോട്ടാഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചു. മണി, സോറിടി, പിണങ്ങല്ലടാ. അവൾ കരഞ്ഞലമ്പാക്കിയതും മണിക്ക് അവളെ ആശ്വസിപ്പിക്കാൻ പോലും പറ്റുന്നില്ല. കണ്ണെരിഞ്ഞ് കണ്ണിൽ നിന്നും കൊടുകൂടെ കണ്ണീർ ചാടിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിയ അവസരം വെച്ച് കണ്ണൊന്ന് തിരുമിയതും അവർക്ക് പുറകിലുണ്ടായിരുന്ന അപ്പച്ചി വാ പൊതി ചിരിച്ചു. മണിയാണെങ്കിൽ ഒരാശ്വാസത്തോടെ ശ്വാസം വലിച്ചു വിട്ടു.
പിന്നെ ഒട്ടും അമാന്തിക്കാതെ പാറുവിനെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. പാറുവിനെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് താഴേക്ക് നടന്നതും പാറുവും അവൾക്ക് പിന്നാലെ തന്നെ കരച്ചിലോടെ നടന്നു. അപ്പോഴേക്കും താഴെ നന്ദനും എത്തിയിരുന്നു. നന്ദനെ കണ്ട് ഒന്നും പറയാൻ കഴിയാതെ ഗൗതം ഒന്ന് തല താഴ്ത്തിയിരുന്നു പോയി. നന്ദൻ ഉള്ളിലേക്ക് കടന്നതും പാറു ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി വന്നുവെങ്കിലും നന്ദൻ അവളെ പാടെ അവഗണിച്ചുകൊണ്ട് ടേബിളിൽ നിന്നും വെള്ളം എടുത്തു കുടിച്ചു. അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനൊരു അവഗണന. ഗൗതം ആരുടെയും മുഖത്ത് പോലും നോക്കാൻ ത്രാണിയില്ലായിരുന്നു. ഏട്ടാ, ഒന്നും മിണ്ടേട്ടാ, എന്നെ ഒന്ന് നോക്കെങ്കിലും ചെയ്യേ, പാറു കരച്ചിലോടെ പറഞ്ഞു. അമ്മ, ഞാൻ വീട്ടിലേക്ക് പോവാ, വേണ്ടവർക്ക് വരാം. നന്ദൻ അത് മാത്രമായിരുന്നു പറഞ്ഞത്. മണി കണ്ണു കുറിച്ചുകൊണ്ട് അവനെ നോക്കി. ഇത് നമ്മുടെ പ്ലാനിലില്ലല്ലോ. മണി നഖവും കടിച്ചുള്ള ആലോചനയിലാണ്. ഏട്ടാ പ്ലീസ്. പാർവതി, മതി നിന്റെ കരച്ചിൽ. ഇനിയും എന്നെ വിഡ്ഢിവേഷം കെട്ടിക്കാനാണോ നിന്റെ കള്ളക്കണ്ണീര്? എനിക്കത് കാണേണ്ട ആവശ്യമില്ല. നന്ദൻ്റെ സ്വരം ഉറച്ചതായിരുന്നു. പാറു ഒന്ന് തേങ്ങിക്കൊണ്ട് നിലത്തേക്കിരുന്നു പോയി. എന്താ ചക്ക? ദേഷ്യത്തോട് അമ്മ വിളിച്ചതും ഇപ്രാവശ്യം ഞെട്ടിയത് മണിയും നന്ദനായിരുന്നു. കുറെ നേരമായി ഞാൻ ക്ഷമിക്കുന്നു. എന്ത് കണ്ടിട്ടാണ്ടാ നിന്റെ ഒക്കെ ഷോ? അല്ലേ നീയും മണി ഒരു നടക്കി പോകില്ലല്ലോ. ഇപ്പം എന്താ ഒത്തൊരുമ? അപ്പച്ചി, ഡയലോഗതല്ല. മണി അവരെ തിരുത്താൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ മിണ്ടരുത്, രണ്ടും കൂടെ രാവിലെ തുടങ്ങിയതാ. പണിപോളി. മണി മേലേക്ക് നോക്കിക്കൊണ്ട് മെല്ലെ എസ്കേപ്പ് ആകാൻ നോക്കിയതും നന്ദൻ അവളുടെ കൈ പിടിച്ച് അവിടെ തന്നെ നിർത്തി. അങ്ങനെ മോളിപ്പോൾ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ട. ശരിയാ, രണ്ടും ചെയ്തത് തെറ്റു തന്നെയാണ്. ആരോടും മിണ്ടാതെയുള്ള ഈ പരിപാടി നല്ലതായി എന്നൊന്നും ഞാൻ പറയത്തില്ല. അതിന് ഇനി ഒരു ശിക്ഷയും വേണ്ട. ഈ നേരം മുഴുവൻ അനുഭവിച്ചില്ലേ? എൻ്റെ മക്കൾ ഇങ്ങനെ തെറ്റി നടക്കുന്നത് കാണാനുള്ള ത്രാണിയൊന്നും ഈ അമ്മയ്ക്കില്ല. ഇനി അഭിനയിക്കാനൊന്നും നിൽക്കണ്ട. രണ്ടു കൂട്ടരും മിണ്ടിക്കേ. അമ്മ കൈയൊഴിഞ്ഞു. അതമ്മേ. നന്ദനൊന്ന് പരിങ്ങി. നിനക്കൊക്കെ എത്ര വയസ്സായടാ? എനിക്ക് 20. നന്ദൻ്റെ എത്രയാ? 26 അല്ലേ നന്ദേട്ടാ? മണി നിഷ്കളങ്കമായി ചോദിച്ചു. നന്ദൻ അവളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി. പാറുവാണേൽ എല്ലാം ശരിയായി എന്ന ആവേശത്തോടെ നിലത്തുനിന്ന് ചാടി എഴുന്നേറ്റ്. എനിക്ക് 21, ഗൗതമേട്ടന് 25 അല്ലേ ഏട്ടാ? അവളും റിപ്പോർട്ട് കൊടുത്തു. ഗൗതം പെട്ടിയിൽ ആണി അടിക്കില്ലേടി എന്ന കണക്കി ഒരു നോട്ടവും. ഇത്രയും പ്രായമായിട്ടും എൻ്റെ മക്കൾക്ക് ബോധം എന്നൊരു സാധനം ഈശ്വരൻ കൊടുത്തിട്ടില്ല. ഡാ ഗൗതം, ഇങ്ങ് വന്നേ. പാറു, ഇങ്ങ് വാ. അമ്മയുടെ വിളി കേട്ടതും രണ്ടുപേരും ആവേശത്തോടെ വന്നു. മണി പിടിച്ചു നിന്നോണം, നന്ദൻ പതിയെ പറഞ്ഞു. പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അവളും മറുപടി കൊടുത്തു. ഇനി മേലാൽ ഇവരറിയാതെ എന്തെങ്കിലും രഹസ്യവും കൊണ്ട് നടക്കുമോ രണ്ടും? അമ്മ ചോദിച്ചതും രണ്ടുപേരും പരസ്പരം നോക്കി പെട്ടെന്ന് തന്നെ ഇല്ല എന്നർത്ഥത്തിൽ തലയാട്ടി. നന്ദ, മണി, രണ്ടുപേരും മിണ്ടിക്കേ. കുഞ്ഞു കുട്ടികളെ പോലെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. മിണ്ടണോ? മണി ചോദിച്ചു. മിണ്ടിക്കോ. പിന്നെ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക, ഇത് ലാസ്റ്റ് ചാൻസാ. ഇനി ഇമ്മാതിരി പണി ഒപ്പിച്ച മിണ്ടാൻ എന്നെ മണിയും കിട്ടില്ല. ഒരു താല്പര്യമില്ലാത്ത കണക്കെ അഭിനയിച്ചുകൊണ്ട് ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് നന്ദൻ പറഞ്ഞതും ഗൗതമും പാറുവും ഒരുപോലെ മുന്നോട്ട് പോകാൻ നിന്നതും മണിയും നന്ദനും രണ്ടുപേരെയും കൈകൊണ്ട് തടഞ്ഞു. എങ്ങോട്ടാ ചാടി കയറി? ഞങ്ങളൊന്ന് നോക്കട്ടെ നിങ്ങൾ നന്നാവുമെന്ന്. എന്നിട്ട് മതി അടുത്തേക്കുള്ള വരവ്. ഓക്കെ, കീപ് ഡിസ്റ്റൻസ്. മണി പറഞ്ഞതും നന്ദനും അതിനോട് ശരിവെക്കുന്ന രീതിയിലൊന്ന് തലയാട്ടി. ഗൗതമും പാറുവും അമ്മയെ നോക്കിയപ്പോൾ അമ്മ അതിൽ ഞാൻ ഇടപെടില്ല എന്ന കണക്കെ ഒന്ന് തലയാട്ടി. അവരെ പുച്ഛിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറി പോകുന്ന നന്ദനെയും മണിയെയും കണ്ട് എല്ലാവരും വാ പൊത്തിച്ചിരിച്ചു.